എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ നിലനിൽപ്പെന്ന വിഷയമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് വളരെ പ്രധാനമായൊരു കാര്യമാണ്. വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് 162 ഖണ്ഡിക, വിശ്വാസത്തിലുള്ള നിലനിൽപ്പ്. അതൊന്നുകൂടി വായിച്ചിട്ട് അതിൻ്റെ മാർജിനൽ പാരഗ്രാഫുകളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഇന്നലെ വിശദമായിട്ട് പഠിച്ചതാണ്, ഇപ്പോൾ ഒന്ന് വായിക്കുന്നേ ഉള്ളൂ. ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായ ഒരു ദാനമാണ് വിശ്വാസം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നു, വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടി നന്നായി പൊരുതുക. മനസ്സാക്ഷിയുടെ സ്വരം, നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കാനും പിന്നെയാണ് 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ദൈവ വചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. നമ്പർ 1. 2, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്പർ 2. 3, വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം. കണ്ടോ, സ്നേഹം പ്രവർത്തനത്തിലൂടെ പ്രകടമാക്കണം. 4, പ്രത്യാശയിൽ നിലനിർത്തപ്പെടണം. നമ്മൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും തകർച്ചകളുണ്ടായാലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്, കർത്താവ് നമ്മളെ താങ്ങി നിർത്തുന്നു എന്ന് പ്രത്യാശിക്കണം. ഇനി 5, സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വിശദമായിട്ട് പഠിച്ചതാണ്. 156 പ്രത്യേകിച്ച് നമ്മൾ കേട്ടതാണ്. 156 ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവിക വെളിപാടുകൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാകാം, അതുപോരാ. അത് ഒരു സഭയുടെ ആധികാരിക പ്രബോധനത്തിൽ നിന്നാകുമ്പോഴാണ് അത് വിശ്വാസമായി മാറുന്നത്. 156 അതാണ് ആധികാരിക പ്രബോധനം. ഓക്കെ, ഇനി നമ്മൾ അതിൽ പ്രധാനമായിട്ട് ആദ്യം തന്നെ പോകുന്നത് പാഷാണ്ഡതയെക്കുറിച്ചാണ്. 2089 പറയുന്നത് ഈ വിശ്വാസം നഷ്ടപ്പെടാവുന്ന കാരണങ്ങളാണ്. പ്രധാനമായിട്ട് 4 കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഒന്ന് 2089 513 അധ്യായത്തിലാണ്, 513 പേജിൽ 2089 വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മളിത് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് സന്ദേഹം. എന്താണ് സന്ദേഹം എന്ന് പറഞ്ഞാൽ? വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ അവഗണിക്കുന്നതോ അതിനെ അംഗീകരിക്കാൻ മനഃപൂർവ്വം വിസമ്മതിക്കുന്നതോ ആണ്. എന്തോ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഈ സന്ദേഹമുണ്ട് പലർക്കും. ഈ ലോകാവസാനത്തെക്കുറിച്ചും കർത്താവ് വീണ്ടും വരും, കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും. കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും മുൻകൂട്ടി പ്രവചിച്ചിട്ടല്ല വരുന്നതെന്ന്. പക്ഷേ ഒരുപാട് പേര് അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പറയുന്നത്. നമ്മൾ CCC 66 പറയുന്നുണ്ട്, ഇനി മറ്റൊരു വെളിപാടില്ല. യേശു ക്രിസ്തു തന്നെ വെളിപാട് പൂർത്തിയാക്കിയിരിക്കുന്നു. വെളിപാട് പരിസമാപ്തിയിലായിരുന്നു. ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല.
യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുൻപായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈശോ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ എപ്പോഴാണ് എന്നുള്ളത്. അപ്പം ഇതെല്ലാം ഉണ്ടായിരിക്കെ പലർക്കും ഒരു സന്ദേഹം. എന്നിട്ട് ആ രണ്ടാം വരവിനെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളും പ്രബോധനങ്ങളും എല്ലാം ഇറങ്ങുന്നു. അതെന്തുകൊണ്ടാണത്? അപ്പം ഇനി ദൈവികവും കാത്തോലിക്കവുമായ വിശ്വാസത്തോടെ വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു സത്യത്തെ മാമോദീസ സ്വീകരണത്തിന് ശേഷം ദുർവാശിയോടെ നിഷേധിക്കുന്നതോ അതിനെ സംബന്ധിച്ചുള്ള ദുർവാശിയോടെ സംശയിക്കുന്നതാണ് പാഷാണ്ഡത. അപ്പോൾ സഭയിൽ, പ്രത്യേകിച്ച് ആദിമ സഭയിൽ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഭയാനകമായ മതപീഡനങ്ങൾ സഭയുടെ പുറത്തു നിന്നുണ്ടായി. അതിനുശേഷം ഉണ്ടായത് സഭയുടെ അകത്തു നിന്ന് ഉള്ള വലിയ പാഷാണ്ഡതകളായിരുന്നു. അത് നമ്മുടെ ഈ വിശ്വാസ പ്രബോധനത്തിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് പഠിക്കും. പ്രധാനമായിട്ടുണ്ടായ പാഷാണ്ഡതകൾ. അപ്പോൾ എന്താണ് പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ? ദൈവികവും കാത്തോലികവുമായ വിശ്വാസത്തോടെ വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു സത്യത്തെ മാമോദീസ സ്വീകരണത്തിന് ശേഷം ദുർവാശിയോടെ നിഷേധിക്കുന്നതോ അതിനെ സംബന്ധിച്ചുള്ള ദുർവാശിയോടെ സംശയിക്കുന്നതോ ആണ് പാഷാണ്ഡത. അതാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഈ പാഷാണ്ഡതകൾ നമുക്ക് യൂട്യൂബിലെല്ലാം കാണാം. മാർപ്പാപ്പ അന്തിക്രിസ്തു ആണ്, കണ്ടോ? ഇതെല്ലാം കത്തോലിക്കരായി മാമോദീസ സ്വീകരിച്ച കത്തോലിക്കർ സഭയുടെ മക്കളാണ്. പിതാവിനെ പോലെ പാപ്പായെ സ്വീകരിക്കേണ്ടവരാണ്. സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങൾ വിശ്വസിക്കേണ്ടവരാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇറക്കുകയും മറ്റുള്ളവരെ വളരെയധികം അവഹേളനാപൂർവം സംസാരിക്കുകയും മാർപ്പാപ്പയെ തന്നെ ഒട്ടും ബഹുമാനമില്ലാതെയെല്ലാം പറഞ്ഞു പരത്തുകയെല്ലാം ചെയ്യുന്നത് അത് ഒരു വശം. മറുവശം ഒരുപാട് പ്രബോധനത്തിൻ്റെ മേഖലയിൽ തെറ്റായിട്ടുള്ള സഭയുടെ പ്രബോധനത്തിന് വിപരീതമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന. അപ്പോൾ ഇത് ആദ്യം ഈ സഭയുടെ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ ആ മതപരിവർത്തനം കഴിഞ്ഞപ്പോൾ ആദ്യം പിന്നെ ഉണ്ടായത് വലിയ പാഷാണ്ഡതകളാണ്. അങ്ങനെയാണ് ആര്യൻ പാഷാണ്ഡത എന്ന വലിയൊരു പാഷാണ്ഡത ഉണ്ടായി. ആരിയോനോസ് എന്ന് പറഞ്ഞ ഒരാളിലൂടെ ആ വലിയ പാഷാണ്ഡത മൂലം സഭയിൽ വലിയ വിള്ളലുണ്ടായി. അപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ഒരു സൂനകദോസ് വിളിച്ചു കൂട്ടി. ആ സൂനകദോസിലാണ് വെറും 25 വയസ്സ് ഉള്ള വിശുദ്ധ അത്തനാസിയോസ് ആ പാഷാണ്ഡതയ്ക്കെതിരായിട്ട് വാദിച്ചുകൊണ്ട് അതിശക്തമായ പ്രബോധനം സഭയിൽ കൊണ്ടുവന്നു. അങ്ങനെ ആ സൂനകദോസ് സമയത്താണ് വിശ്വാസ പ്രമാണം ഉണ്ടായത്. അങ്ങനെയാണ് വിശ്വാസം, ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് അടിവരവിട്ട് ഉറപ്പിട്ടു. അതുകൊണ്ടാണ് ആ സൂനകദോസ് പറയുന്നത് നൈസൈൻ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിൽ നിന്ന് മാറി ഏഷ്യ മൈനറിലേക്ക് മാറിയപ്പോൾ അവിടത്തേക്ക് തലസ്ഥാനം മാറ്റി ആ സ്ഥലത്തിന് പുതിയൊരു പേരിട്ടു, കോൺസ്റ്റാന്റിനോപ്പിൾ. അവിടെ വെച്ച് കോൺസ്റ്റന്റൈൻ തന്നെയാണ് സൂനകദോസ് വിളിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ആ സൂനകദോസിന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ്. അതുകൊണ്ട് അവിടെ വെച്ച്
ആണ് ഈ വിശ്വാസ പ്രഖ്യാപനം, നമ്മുടെ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത്. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് ഇനി ആരും അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ അങ്ങനെ ഓരോ പാഷാണ്ഡതകളും വന്നപ്പോൾ അതിനെതിരായിട്ട് സഭയിൽ പരിശുദ്ധാത്മാവ് തന്നെ ശക്തരായ പ്രബോധകരെ ഉയർത്തി കൃത്യമായ വിശ്വാസം പകർന്നു. സഭാ സൂനകദോസുകളിലൂടെ അതിനെല്ലാം കൃത്യമായ പ്രബോധനം നൽകിയിട്ടുണ്ട്. നൈസീൻ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് അനുസരിച്ചുള്ള വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ ഈ പാഷാണ്ഡതകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട. കാരണം സഭയുടെ ഔദ്യോഗിക പ്രബോധനം എല്ലാ വിശ്വാസികളുടെയും കയ്യിൽ എത്തിക്കുന്ന ഒരു സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. എന്ത് സംശയമുണ്ടെങ്കിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനമായ ഈ മതബോധന ഗ്രന്ഥത്തിൽ അതിനെല്ലാം ഉത്തരവുണ്ട്. ഇതിൻ്റെ പുറകുവശത്ത് ഒരു സൂചികയുണ്ട്, ഒരു ഇൻഡെക്സ്. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ആ വിഷയസൂചി ഈ ഇൻഡെക്സിൽ പോയിട്ട് ആ അക്ഷരമാല നോക്കിയിട്ട് അതിനെ നമ്മൾ കണ്ടുപിടിക്കാം. ഇത് എത്രാമത്തെ നമ്പറിലാണ് മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് കണ്ട് ഇവിടെ ഞാൻ തുറന്നപ്പോൾ കണ്ടൊരു കാര്യമാണ് നക്ഷത്രഫലം, ജ്യോതിഷം. കണ്ടോ, എവിടെയാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? നക്ഷത്രം, ജ്യോതിഷം. അപ്പോൾ അത് 2116. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് കൃത്യമായ സഭയുടെ പ്രബോധനം എന്താണെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളും മറ്റുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ആശയം ഏതാണെന്നോ, അല്ലെങ്കിൽ ഇന്ന വിശുദ്ധൻ ഇങ്ങനെ പറയുന്നെന്നോ, ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നെന്നോ എന്നെല്ലാം പറയുന്നേക്കാൾ നല്ലത് ഈ സഭാപ്രബോധനം എടുത്തുദ്ധരിക്കുമ്പോൾ അവിടെയാണ് ആധികാരികത എന്ന് പറയുന്നത്. ആധികാരികത, സഭയുടെ ആധികാരികത നമ്മൾക്ക് ലഭിക്കും. അതാണ് ഒന്ന്. അപ്പോൾ പാഷാണ്ഡത, ഒന്ന് സന്ദേഹം, രണ്ട് പാഷാണ്ഡത. എന്താണ് പാഷാണ്ഡത? ദൈവികവും കാത്തോലിക്കവുമായ വിശ്വാസത്തോടെ വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു സത്യത്തെ മാമോദീസ സ്വീകരണത്തിന് ശേഷം ദുർവാശിയോടെ നിഷേധിക്കുന്നതോ അതിനെ സംബന്ധിച്ചുള്ള ദുർവാശിയോടെ സംശയിക്കുന്നതോ ആണ് പാഷാണ്ഡത. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കുണ്ടായ വലിയൊരു സംഭവമാണ്. ഒരുപാട് പേര് ഒരു നോഹായുടെ പെട്ടകത്തിൽ പോയി അങ്ങനെയുള്ള ചില കാര്യം മുഴുവൻ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതെല്ലാം മനുഷ്യരെ ഒരുപാട് വഴിതെറ്റിക്കുകയും വലിയ പ്രയാസങ്ങളുണ്ടായി. പാഷാണ്ഡതയാണ് അതെല്ലാം. ക്രൈസ്തവ വിശ്വാസത്തെ, മറ്റൊന്നതാണ് വിശ്വാസത്യാഗം. ക്രൈസ്തവ വിശ്വാസത്തെ സമ്പൂർണമായി ഉപേക്ഷിക്കുന്നതാണ് വിശ്വാസത്യാഗം. വിശ്വാസികളായവർ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ സമ്പൂർണമായി ഉപേക്ഷിക്കുന്നു. ചിലർ പറയും എനിക്കൊരു വിശ്വാസവും വേണ്ട, ഞാൻ ദൈവം ഉണ്ടെന്നും വിശ്വസിക്കുന്നില്ല. ചിലർ വേറെ മതങ്ങളിൽ പോകുന്നു, ഞാനിത് വിശ്വസിക്കുന്നില്ല, ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച് വിശ്വാസിയായ ഒരു വ്യക്തി അതെല്ലാം വിട്ട് വേറെ ചില മതങ്ങളിലേക്ക് മാറിപ്പോകുന്നു. മാർപ്പാപ്പയോടുള്ള വിധേയത്വത്തിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സഭയുടെ അംഗങ്ങളുമായുള്ള സംസർഗത്തിൽ നിന്നോ പിന്മാറുന്നതിനെയാണ് ശീശ്മ എന്ന് പറയുന്നത്. ശീശ്മ അതാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സംഭവിക്കാം. അതാണ് വിശ്വാസ തകർച്ച. അടുത്തത് 1037 ശ്രദ്ധിക്കണം. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. മനസ്സിലാക്കണം. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ഇത് കൗൺസിൽ ഓഫ് ഓറഞ്ച് 529 നടന്ന കൗൺസിൽ ഓഫ് ഓറഞ്ചിൽ ഉള്ള പ്രബോധനമാണ്. അതിനുശേഷം അതേ പ്രബോധനത്തെ ശരിവെച്ചുകൊണ്ട് കൗൺസിൽ ഓഫ് ട്രെൻറ്റ് 1547 നടന്ന കൗൺസിൽ ഓഫ് ട്രെൻറ്റിലും
1567 നടന്ന കൗൺസിൽ ഓഫ് ട്രെൻറ്റിലും ഇത് തന്നെ അടിവരയിട്ടിരിക്കുന്നു. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും മാരകപാപവും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ വിശുദ്ധ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. റോമൻ മിസൽ 620 നമ്മുടെ ലത്തീൻ ആരാധനക്രമത്തിലെ പ്രാർത്ഥനയാണ് കുർബാനയിലെ. അപ്പോൾ നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ഓക്കെ, ഇനി 2016 നമ്മുടെ പരിശുദ്ധ അമ്മയായ സഭയുടെ, സഭ അമ്മയാണ്, നമ്മുടെ പരിശുദ്ധ അമ്മയായ സഭയുടെ മക്കൾ അന്തിമ സ്ഥൈര്യത്തിൻ്റെ കൃപാവരം ലഭിക്കുമെന്നും ദൈവത്തിൻ്റെ കൃപാവരത്തോടെ യേശുവിനോടുള്ള ഐക്യത്തിൽ തങ്ങൾ പൂർത്തിയാക്കിയ സത്പ്രവൃത്തികൾക്ക് തങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നും ഉചിതമായി പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. എന്താണ്? സഭ അമ്മയാണ്. നമ്മുടെ പരിശുദ്ധ അമ്മയായ സഭയുടെ മക്കൾ അന്തിമ സ്ഥൈര്യത്തിൻ്റെ കൃപാവരം ലഭിക്കുമെന്നും ദൈവത്തിൻ്റെ കൃപാവരത്തോടെ യേശുവിനോടുള്ള ഐക്യത്തിൽ തങ്ങൾ പൂർത്തിയാക്കിയ സത്പ്രവൃത്തികൾക്ക് തങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്നും ഉചിതമായി പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പ്രതീക്ഷയുള്ളവരായിരിക്കണം നമ്മൾ. ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ ജെറൂസലേമായ വിശുദ്ധ നഗരത്തിലേക്ക്. റെവലേഷൻ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ളതാണ്. വെളിപാട് 21:2. അതാണ് ഒരു പുതിയ ജെറൂസലേം, ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ ജെറൂസലേമായ വിശുദ്ധ നഗരത്തിലേക്ക് ദൈവകാരുണ്യത്താൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരുടെ അനുഗ്രഹീതമായ പ്രത്യാശയിൽ വിശ്വാസികൾ ഒരേ ജീവിത നിയമം പാലിച്ചുകൊണ്ട് പങ്കുചേരുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം എന്നത്. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. നമ്മളിവിടെ പിന്നീട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം വിശ്വാസ പ്രമാണത്തിൽ. ഒന്ന്, സംഭവിച്ച് കഴിഞ്ഞതിലുള്ള വിശ്വാസം. ഇതാ, സൃഷ്ടാവായ ദൈവത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിലൂടെ കന്യാമറിയത്തിൽ നിന്ന് പിറന്നു, പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ചു, മരിച്ചു, ഉയർത്തു. കണ്ടു, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. സാക്ഷികളുണ്ട്. അതാണ് പന്തിയോസ് പിലാത്തോസിൻ്റെ പേര് വരെ അതിൽ പറഞ്ഞിരിക്കുന്നത്. പന്തിയോസ് പിലാത്തോസ് ഒരു ലീഗൽ വ്യക്തിയാണ്, അവിടുത്തെ ഗവർണറാണ്. ആ ഗവർണറുടെ കാലത്ത് അതൊരു ലീഗൽ സ്ട്രക്ചറാണ്. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു, അവിടെ എഴുതിയിട്ടുണ്ട് അവിടുത്തെ കേസ് ഡയറിയിൽ. അത്രയ്ക്ക് കൃത്യമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്.
അതുപോലെ പന്തക്കോസ്ത പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്. എന്താണ്? അവസാനം വരുമ്പോഴേക്കും അവൻ വീണ്ടും വരുമെന്നും. കണ്ടോ? ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല. ഇത് ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ കൂടുതൽ ആവശ്യം. വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. യേശുക്രിസ്തു വന്നു, മരിച്ചു, ഉയർത്തു എന്നുള്ളത് കാണപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അതിൽ തന്നെ വിശ്വാസത്തിനാണ് ഇപ്പോഴത്തെ മൽപ്പിടുത്തം നടക്കുന്നത്. യേശുക്രിസ്തു വന്നോ, എന്താ പ്രൂഫ്? ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും പലരും ചിന്തിക്കുന്നതെങ്കിൽ യേശു രണ്ടാമത് വരുന്നതിനെക്കുറിച്ചും വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരെയും പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു. സങ്കീർത്തനം 45. വർണ്ണശബളമായ അങ്കിയണിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ് രാജകുമാരി എന്ന് പറയുന്നത്. ആരാ? മണവാട്ടിയാണ്. രാജാവിൻ്റെ മണവാട്ടിയാണ്, സഭയാണ്. ആ സഭാ സമൂഹം മുഴുവനും എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. ആ ഉടയാട ചാർത്തുക എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ആ ഉയർത്തെഴുന്നേറ്റ ശരീരം ധരിച്ചുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. സങ്കീർത്തനം 45, 13, 14. പ്രത്യാശ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിലുള്ള പ്രത്യാശയിൽ നമുക്കുണ്ടാകേണ്ട വലിയൊരു പ്രത്യാശയാണ് ഈശോയുടെ വീണ്ടും വരവും. നമ്മൾ ഒരു പുതിയ ജെറുസലേം ഉണ്ടാകും. പുതിയ ജെറുസലേം, പുതിയ ജെറുസലേം, പുതിയ ജെറുസലേം, പുതിയ ജെറുസലേം, പുതിയ ജെറുസലേം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച്. ഇനി അടുത്തത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 2016 കഴിഞ്ഞ് അടുത്ത് വരുന്നത് 2573. 1573 ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബിന് നൽകിയ വാഗ്ദാനം ദൈവം നവീകരിക്കുന്നു. നമ്മൾ ഈ 2573 ആദ്യം കാണുന്നത് യാക്കോബിൻ്റെ ഗോണിയാണ്. യാക്കോബിൻ്റെ ഗോണി അത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബിന് നൽകിയ വാഗ്ദാനം ദൈവം നവീകരിക്കുന്നു. ആ ഭാഗം ഒന്ന് വായിക്കാവുന്നതാണ്. ഉൽപ്പത്തി 28, 10 മുതൽ 22 വരെ. യാക്കോബിൻ്റെ സ്വപ്നം. യാക്കോബ് ബർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ചു അവൻ ഉറങ്ങാൻ കിടന്നു. അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗൗണി, അതിൻ്റെ അറ്റം ആകാശത്തേക്ക് മുട്ടിയിരുന്നു. മനസ്സിലാണ്? ദർശനം കണ്ടെന്താണ്? ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോണി, അതിൻ്റെ അറ്റം ആകാശത്തിൽ മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും.
നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റതായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. ഭീതി പൂണ്ട അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കണ്ടു, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്തൊരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്കുണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തുണയായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം 10-1 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. അപ്പം ഈ ഗോണി എന്ന് പറയുന്നത് എന്താണ്? അതാണ് ആകാശത്തിൽ നിന്ന് ഭൂമി വരെ എത്തുന്ന ഒരു ഗോണി. അതിൻ്റെ അറ്റം ആകാശം മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈശോ നഥാനിയേൽ അവരവിടെ ഇരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നഥാനിയേൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നഥാനിയേൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഗോണിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ നഥാനിയേലിനെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഇതാണ്, ആ ഗോണി യേശു ക്രിസ്തു ആകുന്നു. വരാനിരിക്കുന്ന യേശുവാണ് ആ ഗോണി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമി വരെ മുട്ടുന്ന, അതാണ് ഈശോയുടെ മനുഷ്യാവതാരവും. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം, പരസ്യജീവിതം, സ്വർഗാരോഹണം, ഇതെല്ലാം ആ ഗോണിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബിന് നൽകിയ ആ വാഗ്ദാനം ദൈവം നവീകരിക്കുന്നു ഈ ഒരു സംഭവത്തിലൂടെ. ഇതിലൂടെ കർത്താവ് ലോകം മുഴുവൻ്റെയും കർത്താവാണെന്നും ലോകത്തിലെ സകല ഗോത്രങ്ങളും അവിടെ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദാനം നവീകരിക്കുകയാണ് ഇവിടെ. തുടർന്ന് സ്വന്തം സഹോദരനായ ഏസാവിനെ നേരിടുന്നതിന് മുൻപ് യാക്കോബ് പേര് വെളിപ്പെടുത്താൻ കൂട്ടാക്കാതെ ഒരു നിഗൂഢ വ്യക്തിയുമായി രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തും. നമുക്കറിയാം അത്. അതിരാവിലെ വിട്ടുപിരിയുന്നതിന് മുൻപ് അദ്ദേഹം അവനെ അനുഗ്രഹിക്കുന്നുമുണ്ട്. ഈ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടത്തെയും അശാന്ത പരിശ്രമത്തിൻ്റെയും വിജയത്തെയും പ്രാർത്ഥനയുടെ പ്രതീകമായി നിലനിർത്തുന്നു. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അശ്രാന്ത പരിശ്രമത്തിൻ്റെയും അന്ത്യത്തിൽ തീർച്ചയായും വിജയത്തിൻ്റെയും പ്രതീകമാണ്. ഒരു പോരാട്ടമാണ്. അതുകൊണ്ടാണ് നല്ല പോരാട്ടം എന്ന് പൗലോസ് പറയുന്നത്. എൻ്റെ മകനായ തിമോത്തിയോസേ, നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നീ പോരാടണം. എന്താണ് പോരാടണം? പ്രാർത്ഥനയാണ്. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അതാണ് ഒരു പ്രതീകമാണത്. ഈ 2849 പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ്. 2849 നമ്മൾ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2849. ഇത്തരം യുദ്ധവും വിജയവും പ്രാർത്ഥനയിലൂടെ അല്ലാതെ സാധിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെയാണ് യേശു ആരംഭത്തിലേത് മുതൽ
അതായത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ സഭയിൽ ഇനിയും നമ്മൾ പിടിച്ചെടുക്കേണ്ട ഒരു ചൈതന്യം, ഈ പ്രാർത്ഥനാ ചൈതന്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോരാ. കൂടുതൽ പ്രാർത്ഥന ഉണ്ടാകണം, കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കണം. അതാണ് യേശു ആരംഭത്തിൽ മുതൽ പീഡാസഹനത്തിൻ്റെ അന്തിമഘട്ടത്തിലേതുവരെയുള്ള പ്രലോഭകനെ തോൽപ്പിച്ചത്. ഇനി അവിടെ ആ വചനങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. മത്തായി 4-ാം അധ്യായം, മർക്കോസ് 13, മർക്കോസ് 14, ലൂക്ക 12. ഇവിടെ എല്ലാം പിശാചിനെ പരാജയപ്പെടുത്തുന്ന, പ്രാർത്ഥനയിലൂടെ പരാജയപ്പെടുത്തുന്നു. നമ്മുടെ പിതാവിനോടുള്ള ഈ യാചനയിൽ യേശു നമ്മെ തൻ്റെ പോരാട്ടത്തോടും സഹനത്തോടും ചേർത്ത് നിർത്തുന്നു. ഈശോ പറഞ്ഞു ഇവിടെ 14 മർക്കോസ് 14:32 പറയുന്നത്, എൻ്റെ അടുത്തിരിക്കുവിൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഈശോ പ്രാർത്ഥിക്കുന്നു, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശോ നമ്മിൽ പ്രാർത്ഥിക്കുന്നു, ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ പിതാവിനോടുള്ള ഈ യാചനയിൽ യേശു നമ്മെ തൻ്റെ പോരാട്ടത്തോടും സഹനത്തോടും ചേർത്ത് നിർത്തുന്നു. അവിടുത്തെ ജാഗ്രതയോടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ജാഗ്രത പുലർത്താൻ അവിടുന്ന് നമ്മെ ഓർപ്പിക്കുന്നു. എല്ലായിടത്തും ഈശോ പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ. ജാഗ്രത ഹൃദയത്തിൻ്റെ കാവലാണ്, ഹൃദയത്തിൻ്റെ കാവലാണ്. യേശു തൻ്റെ പിതാവിനോട് നമ്മെ അവിടുത്തെ നാമത്തിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയുടെ പ്രാർത്ഥനയാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ ജാഗ്രതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്നു. 161, 1 കൊരിന്ത്യർ 16:13, കൊളോസ് 4:21, 1 തിമോത്തി, ഇതെല്ലാം പരിശുദ്ധാത്മാവ്. ഈ യാചന നമ്മുടെ ഭൗമിക പോരാട്ടത്തിൻ്റെ അന്തിമ പ്രലോഭനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നാടകീയമായ അർത്ഥം മുഴുവനും ഉൾക്കൊള്ളുന്നു. ഇത് അന്ത്യം വരെയുള്ള നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു, ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വളരുന്നതിൻ്റെ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് ഈ 5 പാരഗ്രാഫുകളിലൂടെ പഠിച്ചതെല്ലാം. എന്തെല്ലാമാണ് 5 കാര്യങ്ങൾ? വിശ്വാസം നിലനിർത്തുന്നതിന് ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഒരുപാട് തലങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി. മറ്റൊന്ന്, വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനനിരതമാകണം. 4, പ്രത്യാശയിൽ നിലനിൽക്കണം. നമ്മൾ യുഗാന്ത്യം വരെ പ്രത്യാശയിലാണ്. പ്രത്യാശ, യുഗാന്ത്യത്തെക്കുറിച്ചും പുതിയ ജെറുസലേമിനെക്കുറിച്ചും, കർത്താവ് ഈശോ മിശിഹ നമ്മെ രക്ഷിച്ചു, നമ്മളെ രക്ഷിച്ച കർത്താവ് നമ്മളെ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകും. നമ്മളിപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് തന്നെയാണ്. സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. അപ്പോൾ ഈ പ്രത്യാശ നമ്മളിൽ ശക്തമാകാൻ ഏറ്റവും എളുപ്പം നമ്മുടെ വിശ്വാസം, നമ്മുടെ ചിന്തയോ മറ്റുള്ളവർ പറയണതോ എന്തായാലും അത് സഭയുടെ വിശ്വാസത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ആധികാരികമായ പ്രബോധനത്തിലൂടെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ്, വലിയ പ്രത്യാശ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടു. ഈ 5 കാര്യങ്ങൾ, വിശ്വാസം നിലനിർത്തുന്നതിൻ്റെ 5 കാര്യങ്ങൾ എന്തെല്ലാമാണ്? ദൈവവചനം, പ്രത്യേകിച്ച് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന സുവിശേഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. വിശ്വാസം വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. സ്നേഹത്തിൽ പ്രവർത്തനനിരതമാകണം. സ്നേഹം പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ എന്താണ്? പ്രത്യാശ ഉണ്ടായിരിക്കണം. പിന്നെ അവസാനമായിട്ട് എന്തായിരുന്നു? സഭയുടെ പ്രബോധനങ്ങളിൽ അടിസ്ഥാനമുണ്ടായിരിക്കണം. 5 കാര്യം. ഇപ്പം ഞാൻ ഇന്നലെ ഇന്നും ഇത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു.